ഓ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബ്രോ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് തിരക്കുള്ളത് ഫുള്ള് തിരക്കാണല്ലോ. ആരെടുക്കണ്? എടുക്കണ്? വാങ്ങിക്കോ. അത് സ്പൈസി ബ്രോസ്റ്റ് അല്ലേ? സദീഖ് തലാത്ത സ്പൈസി ബ്രോസ്റ്റ് വാഹദ് കുമ്മൂസ് जिंदी का चांद क्या कोई सुर वेरी गुड ഗൈസ്. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ബ്രോസ്റ്റ് കഴിക്കാൻ വരുന്ന കന്തിൽ ദഹബി പറഞ്ഞ ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ അടിപൊളി ബ്രോസ്റ്റാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രോസ്റ്റാണ്. ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട് പല ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും അൽബേക്കൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിലൊക്കെ നമ്പർ 1 ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബ്രോസ്റ്റാണ് കന്തിൽ ദഹബി. അപ്പോൾ നമ്മൾ കന്തിൽ ദഹബിയിലാണ് ഇപ്പോൾ ഉള്ളത്. വലിയ വെയിറ്റിങ്ങൊന്നുമില്ല, പെട്ടെന്ന് സാധനം കിട്ടുന്നൊരു ഷോപ്പാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇന്ന് വ്യാഴാഴ്ച കൊണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ്. ഒരു ക്യാമറ ഇട്ടിട്ട് ക്യാമറ അയ്യോ ബ്രോസ്റ്റ് ടേസ്റ്റിട്ടോ സാധനത്തി അത് മഫീൻ അത് തലാത്ത സ്പൈസി ബ്രോസ്റ്റ് അല്ല നമുക്കല്ല അത് സ്പൈസി അല്ല. നമ്മൾ വെള്ളം സാധനപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സാധനത്തിൽ വച്ചോ അപ്പോൾ അത് നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ 1.5 സാധനം, നല്ല വലിയ പീസുകളൊക്കെ ഉണ്ടോ. അപ്പോൾ അതിൻ്റെ ലെഗ് പീസാണ് ഞാൻ ആദ്യം കഴിക്കാറുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ ലെഗ് പീസ് ലാസ്റ്റ് കഴിക്കാൻ പാടുള്ളതെന്ന് ഇരിക്കും. അങ്ങനെ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂണിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് റിനു. അപ്പോൾ സാധനം എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക പരിപാടി അത് നമ്മൾ കണ്ടുപിടിച്ചവരുടെ നമ്മൾ അത് കുമ്മൂസും മയോണീസും കെച്ചപ്പും കൂടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊരു പരിപാടി. അത് മിക്സ് ചെയ്തിട്ട് കണ്ട് നമ്മൾ ബ്രോസ്റ്റിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അതങ്ങനെ കഴിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. അത് നല്ല ടേസ്റ്റാണ്. ഓരോ കൂടുകളായിട്ട് പൊട്ടിച്ച് അതിലിങ്ങനെ ഓരോന്നോരോന്ന് അത് കുറച്ച് പണി തന്നെയാണ്. പക്ഷേ ഇത്രയും നല്ല ചൂടുള്ള സാധനം കുറഞ്ഞാൽ ടൈം പണിയെടുക്കുക പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. എന്നാലും അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതൊക്കെ ഓരോന്നോരോന്ന് പൊട്ടിച്ച് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കും. ഇനി മിക്സ് ചെയ്ത് ഞാൻ കഴിക്കുന്ന ഒരു രീതി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുബ്ബൂസ് എടുക്കും. കുബ്ബൂസ് എടുത്തതിന് ശേഷം കുബ്ബൂസിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മയോണീസ് കാര്യങ്ങൾ തേച്ചിട്ട് അതിലോട്ട് ബത്താത്തീസ് വെക്കും. അതായത് നമ്മൾ ഉരുളൻകിഴങ്ങ് പൊരിച്ചത് അത് വെച്ചതിന് ശേഷം നല്ലോണ്ട് ഒന്ന് ചുരുട്ടി ടൈറ്റാക്കും. നമ്മളെ ഷവർമ്മക്ക് ഉരുട്ടണവരുണ്ട് ഉരുട്ടും. എന്നിട്ട് അത് കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഷവർമ്മ കഴിക്കണ പോലെ തോന്നും, ബ്രോസ്റ്റ് കഴിക്കുന്ന പോലെയും തോന്നും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ ബ്രോസ്റ്റ് കഴിക്കുന്നവരെ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുകൊണ്ട് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. പവർ സാധനമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രോസ്റ്റ് ഞാൻ കഴിക്കാറ്. നിങ്ങളെങ്ങനെ കഴിക്കണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാൻ പറ്റിയെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ അത് ഈ കടൻ്റെ പരസ്യത്തിന് വേണ്ടി പറയുന്നൊന്നും അല്ല കേട്ടോ. അത് ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് കഴിക്കാൻ പോകുന്നതുകൊണ്ടുള്ള പരിചയത്തിൽ അതിൻ്റെ ടേസ്റ്റിന് യാതൊരു ഇതുവരെ മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഈ ബ്രോസ്റ്റേഡ് അൽ കന്തിൽ ദഹബി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ കിട്ടും. കുറേ ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് തോന്നുന്നു, 2-3 ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് തോന്നുന്നു അതിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ പോവുക. ഞാൻ അതിൻ്റെ പരസ്യമായിട്ട് പറയില്ല, ജസ്റ്റ് കഴിച്ച കാര്യം എന്ന് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വ്ളോഗൊക്കെ വരുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓരോ വ്ളോഗുകൾ ഇങ്ങനെ വരുന്നതോടുകൂടി ഇങ്ങനെ നന്നായി വരും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ നോക്കണ്ട. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും പവർ വരട്ടെ.